നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴയൊരു PSC ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്, 50ഓളം ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ. ഹിരാക്കുണ്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദി. ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി. അടുത്ത ചോദ്യം ഒഴിവാക്കിയതാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആര് രചിച്ചതാണ്? അംശി നാരായണപിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് 1972. 1972 വനസംരക്ഷണ നിയമം പാസാക്കിയത്. ലോക വനിതാ ദിനം മാർച്ച് 8. മാർച്ച് 8 ലോക വനിതാ ദിനം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട. ചെങ്കോട്ടയാണ് 500 രൂപയുടെ പുതിയ നോട്ടിൽ പുറകിൽ കാണുന്നത്, ചെങ്കോട്ട. 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാനായിരുന്നു. 2000 രൂപ നോട്ട് ഇപ്പോൾ പിൻവലിച്ചത് ഓർത്തിരിക്കുക. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ KJ യേശുദാസ്. 2017 പത്മവിഭൂഷൺ ലഭിച്ചത് KJ യേശുദാസ്. PSLV V-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. അന്നത്തെ റെക്കോർഡായിരുന്നു അത്. 2017 ഫെബ്രുവരി 15 2017 ഫെബ്രുവരി 15 PSLV 37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത്. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തി. ഗുസ്തിയിലാണ് സാക്ഷി മാലിക്കിന് പത്മശ്രീ ലഭിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ പുസ്തകമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീ പദ്ധതി ബക്രാനങ്കൽ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മംഗോളിയ ആദ്യമായി സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ് 1789. ഏതു രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങളുള്ളത്? US-ൻ്റെ പതാകയിലാണ്, അമേരിക്കയുടെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട് എന്നുള്ള ഓർത്ത് വയ്ക്കുക. ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം അരമണിക്കൂറാണ്. 0 അവറിൻ്റെ ദൈർഘ്യം അരമണിക്കൂറാണ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. ഫാസിസത്തിൻ്റെ വക്താവ് മുസോളിനിയാണ്. നമ്മൾ തെറ്റിദ്ധരിച്ച് പോരുത്, ഹിറ്റ്ലറാണ് തെറ്റിദ്ധരിച്ച് പോരുത്. ഫാസിസത്തിൻ്റെ വക്താവ് മുസോളിനിയാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട ഏതാണെന്ന ചോദ്യം വരും. അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ISRO സ്ഥാപിതമായത് 1969. ISRO സ്ഥാപിതമായത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ISRO സ്ഥാപിതമായത് 1969. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ഭാരതരത്ന നേടിയ ആദ്യ കായിക താരം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ശരിക്കും ആന്ധ്രയാണ് ഉത്തരം, പക്ഷേ ഇപ്പോൾ PSCയിൽ ആന്ധ്രാപ്രദേശ് എന്ന് കൊടുക്കുന്നുണ്ട്. ആന്ധ്രയാണ് ശരിക്കുള്ള ഉത്തരം വരുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്ര. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സഹായിയായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി VP മേനോൻ. VP മേനോനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്ത വിദേശ ശക്തി ഡച്ചുകാരെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് എന്നാൽ ആലോചിച്ച് വയ്ക്കുക. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെയാണ്. ഏഷ്യയിൽ തന്നെ ഒരു ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ രാജാവ് ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുന്നത്. ഡച്ചുകാരെയാണ്. കുളച്ചൽ യുദ്ധത്തിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാറാണ്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നമാണ്. ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C. രവീന്ദ്രനാഥ്. ഇത് അന്നത്തെ ചോദ്യമായിരുന്നു. ഇപ്പോഴത്തെ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ശിവൻകുട്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ശിവൻകുട്ടിയാണ്. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു.